ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അജുവിൻ്റെയും ദീദിയുടെയും സ്റ്റോറിയുടെ അടുത്ത പാർട്ടുമായിട്ടാണ്. അപ്പം നമുക്ക് കേട്ടാലോ. നടന്നു പോകുന്ന ദീദിയെ നോക്കി ഞാനൊന്ന് നെടുവേർപ്പിട്ടു. അല്ലെങ്കിലും എനിക്കൊക്കെ ഇങ്ങനെ കാണാനേ യോഗമുള്ളൂ. പോട്ടെ. 2-3 മിനിറ്റ് ദീദിയെ ഓർത്തിരുന്നു. എങ്കിലും പെട്ടെന്ന് കുറ്റബോധം തോന്നി. പിറ്റേ ദിവസം 2ാം ശനിയാഴ്ച ആയതുകൊണ്ട് ക്ലാസ് ഇല്ല. അതുകൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് എൻ്റെ മുഖത്തിൽ ഒരു നനവ് വന്നപ്പോൾ അറിയാതെ കണ്ണു തുറന്നുപോയി. നോക്കുമ്പോൾ ഒരു ചുവന്ന ചുരിദാർ ഇട്ടിട്ട് എൻ്റെ ബെഡിലിരുന്ന് എൻ്റെ മുഖത്ത് തടവുന്ന ദീദിയെയാണ് കണ്ടത്. ഇപ്പോൾ കുളിച്ചതുകൊണ്ട് ഒരു വെള്ള തോർത്തുകൊണ്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ദീദിയുടെ നനഞ്ഞ ശരീരം തോർത്തിൽ നിന്നും വീണ വെള്ളം ഒലിച്ച് ദീദിയുടെ കഴുത്തിലൂടെ ദീദിയുടെ മാറിടത്തിലേക്ക് ഒഴുകിപ്പോയി. എൻ്റെ കണ്ണു പോയത് ചുരിദാറിൻ്റെ ഭംഗിയിലേക്ക്. എൻ്റെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ദീദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാവിലെ തന്നെ നീ എൻ്റെന്ന് തല്ലുകൊണ്ടേ എണീക്കൂ അല്ലേ? അയ്യോ, എണീക്കാണേ. അല്ല, ഇന്നെന്താ പരിപാടി? അതോ, ഇന്നലെ എൻ്റെ ഒരു കള്ളക്കാമുകൻ എനിക്ക് തന്ന ഡ്രസ്സെല്ലാം ഇട്ട് നോക്കാൻ പറഞ്ഞില്ലേ, അതിട്ട് നോക്കണ്ടേ? ദീദി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കള്ളക്കാമുകൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പൊങ്ങി. വെറുതെ എന്തിനാ ദീദി രാവിലെ തന്നെ മൂഡ് ഔട്ട് ആകുന്നേ? അതുപോട്ടെ, അതിന് ഇവിടെ വെച്ച് പറ്റൂല എന്നല്ലേ പറഞ്ഞേ? ദീദി എന്നെ പിടിച്ച് എണീപ്പിച്ച് നിർത്തിക്കൊണ്ട്, അതിന് ഇവിടെ വെച്ചല്ല, ഞാൻ ഇന്ന് ഉമ്മാനെ കാണാൻ പോകുന്നുണ്ട്, അവിടെ വെച്ച് കാട്ടിത്തരാം. പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണെന്ന് പറയാമല്ലോ. ആള് കൊള്ളാലോ. നമ്മൾ ഇന്ന് തന്നെ പോരോ ദീദി അവിടുന്ന്? നോക്കാം. അജു, പിന്നെ വണ്ടി ഞാൻ ഓടിക്കും കേട്ടോ. അത് കേട്ട് ദീദി എന്നെ നോക്കിക്കൊണ്ട്, കുറച്ച് പോയിട്ട് തരാം, ഇവിടുന്ന് ഓടിക്കണ്ട, ഓക്കെ? ആദ്യം സാറ് പോയി കുളിക്കുക. ഞാൻ എണീറ്റ് പല്ല് തേച്ച് നേരെ ബാത്റൂമിലേക്ക് കയറി. ഒരു കുളിയും കുളിച്ച് ഒരു വെള്ള ടീഷർട്ടും ബ്ലൂ ജീൻസും ധരിച്ച് റെഡിയാകുമ്പോൾ എൻ്റെ ഐഫോണിൽ ഒരു പരിചയമില്ലാത്ത കോള് വന്നു. ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങേ തലക്കിൽ നിന്നും ഒരു കിളിനാദം. ഹലോ, അജു അല്ലേ? അല്ലാ, ഇത് ടീച്ചറല്ലേ? ഞാൻ ആശ്ചര്യത്തോടെ. അല്ല, എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. ഞാനത് പറഞ്ഞപ്പോൾ ദേവ് ടീച്ചർ ഫോണിൽ കൂടി ചിരി തുടങ്ങി. എടാ പൊട്ടാ, ഒന്നുമില്ലെങ്കിൽ ഞാൻ നിൻ്റെ ടീച്ചറല്ലേ? നിൻ്റെ മാത്രമല്ല, ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും നമ്പറുണ്ട്. ഓ, എന്താ ടീച്ചറെ വിളിച്ചേ? എടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ? ഇല്ല, ടീച്ചർ പറ. നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ? അതിന് എനിക്ക് ടീച്ചറുടെ വീടറിയില്ലല്ലോ. എടാ, നിങ്ങളുടെ സ്റ്റോപ്പിൽ നിന്ന് 4ാമത്തെ സ്റ്റോപ്പ്. ഏത്, വലിയ താണിയോ? അത് തന്നെ. നീ അവിടെ എത്തിയിട്ട് ഈ നമ്പർ വിളിച്ചാൽ മതി. ശരി ടീച്ചർ. ഞാൻ ഫോൺ വെച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. തൻ്റെ സ്വപ്നസുന്ദരി എന്തിനാണാവോ വിളിച്ചത്? എന്തായാലും ടീച്ചറെ വീട്ടിലുള്ള സ്റ്റൈലിൽ കാണാമല്ലോ. വല്ല നൈറ്റി ആണെങ്കിൽ പൊളിക്കും. പെട്ടെന്ന് ദീദിയുടെ കാര്യം ഓർമ്മ വന്നു. അല്ലോ, പുള്ളിക്കാരിയുടെ അടുത്ത് എന്ത് പറയും? വണ്ടിയും വേണമല്ലോ. അവൻ ദീദിയുടെ റൂമിലേക്ക് ചെന്നു. കുനിഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റ് വിരിക്കുന്ന ദീദിയുടെ പിന്നഴകിലേക്കാണ് അവൻ്റെ കണ്ണു പോയത്. ആ ചുവന്ന ചുരിദാർ അത്രയ്ക്കും ടൈറ്റായിട്ടുണ്ട്. പെട്ടെന്ന് അനക്കം കേട്ട് സുമി തിരിഞ്ഞു. അവനെ എന്തേ എന്ന് പുരുകമുയർത്തി ചോദിച്ചു. ദീദി ഒരുങ്ങിയോ? ഒരുങ്ങാൻ പോണു. എന്തേ? ആ വണ്ടി ഒന്ന് തരുമോ? ഇപ്പം വരാം. എടാ, നമ്മളിപ്പോൾ പോകും, പിന്നെ നീ എവിടെ പോണു? അത് ടീച്ചർ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് അവരുടെ വീട് വരെ പോകാൻ പറഞ്ഞു. സുമി അവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട്, പൊക്കോ. നിനക്കല്ലേലും ഇപ്പോൾ ടീച്ചറല്ലേ വലുത്, ഞാൻ ബസ്സിന് പൊക്കോളാം. അയ്യേ ദീദിപ്പെണ്ണെ, എൻ്റെ ദീദിപ്പെണ്ണ് ഒരുങ്ങി സുന്ദരിയാകുമ്പോഴേക്കും ഞാൻ എത്തും, ഇവിടെ അടുത്താ വീട്. സുമി അവന് താക്കോല് കൊടുത്തു. അവൻ വേഗം ദീദിയുടെ മഞ്ഞ ഡിയോ പറപ്പിച്ച് വിട്ടു. ടീച്ചർക്ക് ഫോൺ ചെയ്തു. കൃത്യം അവരുടെ വീട്ടിലെത്തി. ഒരു ചെറിയ ഓടിട്ട വീട്.
നിറയെ ചെടികളും മരങ്ങളും ഒക്കെയുണ്ട്. കൃഷിക്കാരിയാണെന്ന് തോന്നുന്നു. അവൻ ബെല്ലില്ലാത്തതിനാൽ വണ്ടിയുടെ ഹോൺ നീട്ടി വിളിച്ചു. ഹോൺ കേട്ട് തുറന്നു വന്ന ടീച്ചറെ കണ്ട് അവൻ വാ പൊളിച്ചു. ഒരു വെള്ള കസവ് സാരി ഞൊറിയുടുത്ത് അതിന് മാച്ച് ചെയ്യുന്ന കുങ്കുമപ്പൂ ബോർഡറും അതേ നിറത്തിലുള്ള ബ്ലൗസും, മുടി വിടർത്തിയിട്ടു. വെളുത്ത മുഖത്ത് എന്നും എന്നെ കാണുമ്പോൾ ഉള്ള ആ പാൽ പുഞ്ചിരിയായി ദേവു ടീച്ചർ ഇറങ്ങി വന്നു. സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ. എൻ്റെ കണ്ണുകൾ ആ മുഖത്ത് നിന്നെടുക്കാനായില്ല. ടീച്ചർ എന്നെ അകത്തേക്ക് വിളിച്ചു. അവിടെ ഒരു കസേരയിലിരുന്നു. ടീച്ചർ അമ്മയ്ക്ക് എന്നെ പരിചയപ്പെടുത്തി. അമ്മേ, ഇതാണ് അജു. ഞാൻ പറഞ്ഞിരുന്നില്ലേ? നീ ഇരിക്ക്, ടീച്ചർ ഇപ്പോൾ വരാം. എനിക്ക് പിന്തിരിഞ്ഞു പോയ ടീച്ചറിൻ്റെ ആ കറുത്ത ഉള്ളുള്ള കാർക്കൂന്തലിന് നീളം കണ്ടു. ആ വീണ കുടം കവിഞ്ഞും ടീച്ചർക്ക് മുടിയുണ്ട്. ഞാൻ ആ സൗന്ദര്യം നോക്കി നിൽക്കെ ടീച്ചറിൻ്റെ അമ്മ വിളിച്ചു. മോനെ, സുഖമാണോ എല്ലാവർക്കും? ആ സുഖം. ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല, എനിക്കെൻ്റെ മോളും അവൾക്ക് ഞാനുമേ ഉള്ളൂ. ആ കണ്ണുകൾ നിറഞ്ഞോ? അറിയില്ല. അപ്പോഴേക്കും എൻ്റെ സ്വപ്നസുന്ദരി ദേവുക്കുട്ടി വന്നു. 10-30 വയസ്സ് തോന്നിക്കും ടീച്ചർക്ക്. പക്ഷേ ഇനി എൻ്റെ മനസ്സിൽ അതെൻ്റെ ദേവൂട്ടി ആയിരിക്കും. എന്തോ ഒരു പൊതി എൻ്റെ കയ്യിൽ തന്നു. ഇത് നിമിഷയ്ക്ക് കൊടുക്കണം കേട്ടോ. ടീച്ചർക്ക് നിമിഷ ചേച്ചി എങ്ങനെ അറിയാം? എൻ്റെ വീടിൻ്റെ അടുത്താണ് നിമിഷ ചേച്ചി താമസിക്കുന്നത്. ടീച്ചർ, അവൾ എൻ്റെ ഒപ്പം പഠിച്ചതാണ്. അപ്പോഴേക്കും ടീച്ചറിൻ്റെ അമ്മ ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളം കൊണ്ടുവന്നു. അതും കുടിച്ച് അവിടെ നിന്നിറങ്ങി. നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി ആ പൊതി കൊടുത്തു. എളുപ്പം അവിടെ നിന്നിറങ്ങി. അല്ലെങ്കിൽ ദീദി ഇപ്പോൾ ഭദ്രകാളിയായിട്ടുണ്ടാകും. ഞാൻ വേഗം വീട്ടിലേക്ക് ചെന്നു. ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ആള്. സെയിം ചുരിദാറ്, ബ്ലാക്ക് ലെഗിങ്സ്, ഷോള് മഫ്ത പോലെ ചുറ്റി കുത്തി. കാര്യമായ ഓർണമെൻറ്റ്സ് ഒന്നുമില്ല. 2 കൈയിലും ഓരോ കടകവള, പിന്നെ കഴുത്തിൽ മെഹറുമാല. മഫ്തയുടെ തുമ്പ് ദീദിയുടെ ഷോൾഡർ മൊത്തം എത്തുന്നില്ല. വഴി കൂടെ പോണവരെല്ലാം ദീദിയെ നോക്കി ചോര കുടിക്കണത് ഞാൻ കാണണമല്ലോ റബ്ബേ. സുമി, എന്തായി വന്നോ കാമുകൻ? കാമുകിയുടെ അടുത്ത് പോയി. കാമുകിയോ? ദീദിക്ക് വട്ടാണോ? ഒന്നുമില്ല, വാ പോകാം. ഞങ്ങൾ അങ്ങനെ ദീദിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇവിടുന്ന് പുത്തമ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ ഉണ്ട്. ദീദിയാണ് ഓടിച്ചത്. ഒരു ഷോർട്ട് കട്ട് കൂടിയാണ് പോയത്. എന്താ ദീദി ഈ വഴി പോണേ? സുമി, ഇനി മെയിൻ റോഡിൽ കൂടെ പോയിട്ട് വേണം പോലീസ് പിടിക്കാൻ. അതിന് ദീദിയല്ലേ ഓടിക്കുന്നേ? സുമി, അപ്പം നിനക്ക് വേണ്ടല്ലോ. അയ്യോ വേണം, വണ്ടി ഒതുക്ക്. ദീദി വണ്ടി ഒതുക്കി. ദീദിയുടെ ബാഗ് ദീദിയുടെ കയ്യിൽ കൊടുത്ത് ഞാൻ ഫ്രണ്ടിൽ കയറി. ദീദി ബാക്കിൽ കയറിയിട്ട് ബാഗ് ഫ്രണ്ടിൽ കൊളുത്താൻ പറഞ്ഞു. എന്നിട്ട് പതിവിരിക്കുന്നതിന് വിപരീതമായി എൻ്റെ മുതുകിലേക്ക് ദീദി ചേർന്നിരുന്നു. ദീദി എൻ്റെ 2 ഷോൾഡറിൽ കൂടെ കൈയിട്ട് മാക്സിമം അമർന്ന് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു. ഞാൻ വണ്ടി ഓടിക്കുന്നുവെങ്കിലും സ്വർഗത്തിലെത്തിയ ഫീലായിരുന്നു. ദീദി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്നറിയാൻ മിററിലൂടെ നോക്കിയപ്പോൾ എന്നെ തന്നെ നോക്കുന്ന ദീദിയെയാണ് കണ്ടത്. ഞാൻ എന്താ എന്ന് ആംഗ്യം കാണിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കണ്ണ് ചിമ്മി. ഞാൻ ചിരിച്ചപ്പോൾ എൻ്റെ പുറത്ത് എൻ്റെ ഷോൾഡറിൽ പയ്യെ ഒറ്റക്കടി. അയ്യോ! കണ്ണീന്ന് പൊന്നീച്ച പാറി. വേദന കൊണ്ട് നോക്കിയപ്പോൾ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ ആംഗ്യം കാട്ടി. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. മെല്ലെ എൻ്റെ കടികൊണ്ട ഭാഗത്ത് ദീദിയുടെ ഒരു ഉമ്മ തന്നു. ഞാൻ വീണ്ടും നോക്കിയപ്പോൾ എന്നെ കണ്ണടച്ച് കാട്ടി. ദീദിയുടെ ശരീരത്തിൽ നിന്നും വരുന്ന മണം എൻ്റെ തലച്ചോറ് കീറി മുറിയുന്ന പോലെ. അത്രമേൽ ഞാൻ അടിമപ്പെട്ടു. ഈ യാത്ര തീരാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോയി. ജൂനിയർ അജു ആണെങ്കിൽ ദീദിയുടെ സാമീപ്യം മുതലെടുത്തു. ഇനി ഇതൊക്കെ എനിക്ക് തോന്നുന്നതാണോ? അതും അറിയില്ല. എന്തായാലും ദീദിയുടെ വീടെത്താനാകാറായപ്പോൾ ദീദി എന്നിൽ നിന്നും അടർന്നു മാറി. വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തിയപ്പോൾ ദീദി എന്നോട് ബാക്കിലോട്ട് നീങ്ങിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് ദീദി വന്ന് ഫ്രണ്ടിൽ കയറി. കയറിയതും എന്നെ ഒരു നോട്ടം.
ഞാൻ എന്ത് ചെയ്യാനാ എന്ന പോലെ ദീദിയെ നോക്കി ആംഗ്യം കാട്ടി. അപ്പോൾ ദീദി ചിരിച്ചുകൊണ്ട് കുറച്ച് ബാക്കോട്ട് ഇറങ്ങിയിരുന്നു. ഞങ്ങൾ ദീദിയുടെ വീട്ടിലെത്തി. ദീദിയുടെ വീട് ഒരു സാധാ വാർക്ക വീടാണ്. 3 റൂമുകളുള്ള അത്യാവശ്യം സൗകര്യമുള്ള വീട്. ദീദിയുടെ വാപ്പാക്ക് ഹാർബറിലാണ് ജോലി. പിന്നെ ഉമ്മ അവിടെയുള്ളൊരു അംഗനവാടിയിലെ ടീച്ചറാണ്. പിന്നെ ഒരു അനിയത്തിയുണ്ട്, നസീറ. അവൾ എന്തോ കോഴ്സ് ചെയ്യുവാണ്. എന്നേലും 2 വയസ്സിന് മൂത്തതാണ്. ഞാനായി അധികം കമ്പനിയില്ല. ഒരുമാതിരി ജാടത്തെണ്ടിയാണ്. പിന്നെ ഒടുക്കത്തെ പഠിപ്പിക്കും. ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ദീദിയുടെ വാപ്പ മാത്രമേ ഉണ്ടായുള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് കയറി വാപ്പയുമായി സംസാരിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദീദിയുടെ ഉമ്മ വന്നു. ഭാഗ്യം മറ്റേ കുരിശില്ല, എന്തോ എക്സാം. നാളെ രാവിലെ എത്തുള്ളൂ. ഞാൻ വീട്ടിലെ ഇളയതും. പിന്നെ അവർക്ക് ആൺകുട്ടി ഇല്ലാത്തതിനാൽ എന്നെ വലിയ കാര്യമാണ് അവർക്ക്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരുന്നു. വൈകിട്ടായപ്പോൾ ദീദിക്ക് ആസാദിക്കയുടെ കോള് വന്നു. ദീദി ഫോണുമായി പുറത്തേക്ക് പോയി. എൻ്റെ മുടിയിൽ തഴുകിയാണ് പോയത്. ദീദി അടുത്തെത്തിയപ്പോൾ വീണ്ടും ആ മണം മയക്കുന്ന ജാസ്മിൻ അത്തറിൻ്റെ മണം. പുറത്തേക്ക് പോയ ദീദിയുടെ ഡ്രസ്സ് അപ്പോഴാണ് നോക്കിയത്. ഒരു മെറൂൺ ചുരിദാർ, പഴയതാണ്. പിന്നെ ഒരു കറുത്ത അടിപ്പാവാടയും. അധികം നോക്കിയിരിക്കാൻ പറ്റിയില്ല. കാരണം ദീദിയുടെ ഉമ്മയും വാപ്പയും എന്നോടെന്തോ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ദീദി വന്നു. ആ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. വന്ന വഴി തലയിൽ നിന്നും മുതിർന്ന് വീണ കറുത്ത ഷോൾ നേരെയാക്കി അവരോടായി പറഞ്ഞു, ഞങ്ങൾ രാവിലെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ദീദിയോട് പറഞ്ഞു, അതെന്താ ദീദി, പോണ്ടേ നമുക്കപ്പോൾ? സുമി, അവന് വീട്ടിൽ പോവാണ്ട് ഒരു ദിവസമെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കട്ടെടാ. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. എനിക്ക് കിട്ടിയേനെ തലയ്ക്കൊരു കിഴുക്ക്. പക്ഷേ അവർ ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് കണ്ണിരുട്ടി നോക്കിയതേയുള്ളൂ. ആ കറുത്ത കൺമഷി ചെറുതായി മങ്ങിയിട്ടുണ്ട്. എന്നാലും ആ മുഖത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ദീദിയുടെ ഉമ്മയുമായി കത്തിവെക്കാൻ പോയി. ആ തക്കം നോക്കി ദീദിയുടെ വാപ്പ എന്നോട്, മോനെ എൻ്റെ കൂടെ ഒന്ന് വരുമോ? അതിനെന്താ വാപ്പ? ഞാൻ പോയി ദീദിയുടെ നിന്ന് താക്കോല് വാങ്ങി. അപ്പോൾ ദീദി പറഞ്ഞു, എടാ നീ എന്നെ കൊലയ്ക്ക് കൊടുക്കുമോ? ലൈസൻസും ഇല്ല. എൻ്റെ പൊന്നു സുമിക്കുട്ടി. അത് പറഞ്ഞപ്പോൾ ഉമ്മ ഉണ്ടെന്ന് ദീദി എന്നെ കൈ കാട്ടി. അല്ല ദീദി, ഞാൻ വാപ്പയുമായി ഒന്ന് കറങ്ങിയിട്ട് വരാം, നിങ്ങൾ കത്തി വെച്ചോ. ബെസ്റ്റ്. വാപ്പ പോണത് എവിടെയാണെന്നറിയോ നിനക്ക്? എവിടെ ആയാലും എന്താ? എന്നാ മോൻ ചെല്ല്. ഞാനും ദീദിയുടെ വാപ്പയും ഇറങ്ങി. വണ്ടി പുള്ളി പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് നിർത്തി. വേറെ എവിടെയുമല്ല, ബെവ്കോയുടെ മുന്നിൽ. ബെസ്റ്റ്. അല്ലെങ്കിലും മലയാളി പുള്ളിയല്ലേ. പുള്ളി നൈസായി പോയി സാധനം വാങ്ങിച്ചു. ഞാൻ ആ ടൈമിൽ 2 ഗോൾഡും വാങ്ങി പോക്കറ്റിലിട്ട് ആരും കാണാതെ വലിക്കാമല്ലോ. പുള്ളി ഒരു പ്രത്യേക ചിരിയൊക്കെ ചിരിച്ച് എൻ്റെ ബാക്കിലിരുന്നു. ദീദിയുടെ വാപ്പ ആരോടെന്നില്ലാതെ പറഞ്ഞു, വൈകിട്ട് പണി കഴിഞ്ഞാൽ 2 കീറണം, എന്നാലേ എനിക്കൊരിതുള്ളൂ. ഞാൻ ഉവ്വ എന്നും പറഞ്ഞ് തല കുലുക്കി. എന്നിട്ട് പുള്ളി എൻ്റെ ചെവിട്ടിൽ, മരുമോനോട് പറയല്ലോ, നിനക്ക് വല്ലതും വേണോ? പൊറോട്ട, ബീഫ്, അങ്ങനെ വല്ലോ? അല്ലോ ഒന്നും വേണ്ടേ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ദീദി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ദീദിയുടെ ഉമ്മ പുള്ളിക്കാരനെ നോക്കി കണ്ണിട്ടുന്നു. എന്നിട്ട് എന്നോടൊരു ചോദ്യം, എന്തിനാടാ മോനെ നീ മനുഷ്യൻ്റെ കൂടെ പോയേ? ഇനി നീയും കുടിക്കുമോ? ഞാൻ ഉത്തരം പറയാൻ വന്നുവെങ്കിലും അതിന് മറുപടി പറഞ്ഞത് ദീദിയാണ്. അയ്യേ, എൻ്റെ കുഞ്ഞു കുടിക്കേയില്ല, വലിക്കേയില്ല എന്ന് പറഞ്ഞ് ഒരുമാതിരി ആക്കിയൊരു നോട്ടം. സംഭവം ഞാൻ കുടിക്കില്ല, പക്ഷേ 2 പുക വിടും. എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. അത് ഈ പണ്ടാരം പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ടായി. അല്ല, ദീദി എന്നെ ഡ്രസ്സിട്ട് കാട്ടി തന്നില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, പാവം ഇപ്പോൾ നല്ല ഹാപ്പി അല്ലേ. ഇങ്ങനെ പോകട്ടെ. ഞാനൊന്ന് പുകയ്ക്കാലോ എന്ന് വിചാരിച്ച്
പുറത്തേക്കിറങ്ങാൻ നേരം, ഡാ കുഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പതിവ് നിപ്പും നോട്ടവും. അജു, ഇപ്പോൾ വരാൻ ദീദി, പ്ലീസ്, നീ ഇങ്ങ് വന്നേടാ. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ചെവിയിലൊരു പിടുത്തം. എൻ്റെ മാനം കളയോ? വീട്ടിൽ ചെന്നിട്ട് എന്ത് വേണേ ആയിക്കോ, പറയുന്ന കേക്ക്. ഞാൻ തല കുനിച്ച് നിന്നു. ദീദി എൻ്റെ താടിക്ക് പിടിച്ചുയർത്തി. പിണങ്ങല്ലേടാ കുഞ്ഞു, എനിക്ക് നീയല്ലേ ഉള്ളൂ. ഞാൻ ദീദിയുടെ സോഫ്റ്റായ 2 കവിളും പിടിച്ചു വലിച്ചു. പയ്യെ വലിക്ക്. ദീദി എൻ്റെ കൈ പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, സാറിന് ഡ്രസ്സിട്ട് കാണണ്ടേ? അജു, ഇവിടെ വെച്ച് വേണ്ട ദീദി, അവർ എന്തെങ്കിലും കരുതിയാലോ? അവർ ഉറങ്ങാൻ കിടന്നടാ. അജു, അല്ല, അപ്പോൾ ഞാനെവിടെ കിടക്കും? സുമി, അതുകൊണ്ടല്ലേടാ പൊട്ട നിന്നോട് എൻ്റെ റൂമിൽ കിടക്കാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ച് ദീദിയുടെ റൂമിലേക്ക് പോയി. അവരുടെ വീട്ടിൽ ആകെ ബാത്ത് അറ്റാച്ച്ഡ് ആയ റൂം അതാണ്. ആസാദിക്കയുടെയും സുമി ദീദിയുടെയും മണിയറ. ഞാൻ ലേശം നാണം അഭിനയിച്ചുകൊണ്ട്, അയ്യേ എനിക്കൊന്നും വയ്യ, പ്രായപൂർത്തിയായ ദീദിയുടെ കൂടെ പ്രായപൂർത്തിയായ പുരുഷനായ ഞാൻ കിടക്കാനോ? അത് പറഞ്ഞപ്പോൾ ദീദി നിർത്താതെ ചിരി തുടങ്ങി. എന്നിട്ട് എന്നോട്, ആര്, നീയോ പ്രായപൂർത്തിയായ പുരുഷു? കണ്ടാലും പറയും, ഒരുമാതിരി തടിച്ചിട്ടൊരു സാധനം. ദീദി അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് തോർത്ത് എടുത്ത് കയ്യിലുണ്ടായ ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി. പെട്ടെന്ന് ദീദി പറഞ്ഞത് സത്യമാണോ എന്ന് തോന്നി. എന്നാലും ദീദിയുടെ ഉള്ളിലും എന്നെ ഇങ്ങനെയാണോ കാണുന്നത് എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ അറിയാതെ നെഞ്ച് തകർന്നു. എൻ്റെ കണ്ണിൽ നിന്നും ചുടുരക്തം പോലെ കണ്ണുനീരൊഴുകി. ഞാൻ ആ റൂമിൽ നിന്നും ഇറങ്ങി. ആദ്യ റൂമിൽ അവരുടെ വാപ്പായും ഉമ്മയുമുണ്ട്. പിന്നെ ദീദിയുടെ അനിയത്തിയുടെ റൂം. അതിൽ കയറുന്നത് തെറ്റാണെന്നറിയാം. എന്നാലും അങ്ങോട്ടേക്ക് പോയി തള്ളിയപ്പോൾ അത് ലോക്ക്. നിരാശ തന്നെ. ഹാളിൽ ഒരു സോഫ പോലും ഇല്ലാത്തതിൽ എനിക്ക് സങ്കടം തോന്നി. എന്നെ അറപ്പോടെ കാണുന്ന അവരുടെ അടുത്ത് എങ്ങനെയാ കിടക്കുക? ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ ഹാളിൽ ഒരു മരക്കസേര ഉണ്ടായിരുന്നു. അവിടെ ഒരു കസേരയിൽ നടുനിവർത്തിയിരുന്നു. ചാരി പയ്യെ കണ്ണടച്ചു. ദീദിയെ ഓർക്കുമ്പോൾ വീണ്ടും എൻ്റെ കണ്ണ് വിങ്ങിപ്പൊട്ടുന്നു. കുറച്ചു കഴിഞ്ഞ്, കുഞ്ഞു എന്ന് വിളി കേട്ട് ഞാൻ മിണ്ടാൻ പോയില്ല. പെട്ടെന്ന് ദീദി എന്നെ വിളിച്ചുകൊണ്ട്, നിന്നോട് ഇവിടെ ആരാ കിടക്കാൻ പറഞ്ഞേ? റൂമിൽ വന്ന് കിടന്നേ. വേറെ വഴിയില്ലാത്തോണ്ട് ദീദിയെ നോക്കാണ്ട് ഞാൻ ആ റൂമിൽ ചെന്ന് ചുമരിൻ്റെ ഒരു ഓരത്തിലേക്ക് ശരിക്കും നീങ്ങിക്കിടന്നു. കമിഴ്ന്നു കിടന്നു. ഞാൻ കരയുന്നത് ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ കിടത്തം കണ്ടിട്ടാണോ എന്നറിയില്ല. ദീദി എന്നെ കുലുക്കി വിളിക്കാൻ തുടങ്ങി. ടാ, ഡ്രസ്സിട്ട് കാണണ്ടേ കുഞ്ഞു, ടാ എണീക്കടാ. ഞാൻ അങ്ങനെ തന്നെ അനങ്ങാണ്ട് കിടന്നു. ദീദി പിറുപിറുക്കുന്നത് കേട്ടു. ഈ ചെക്കൻ എന്തു പറ്റി? എന്നിട്ട് എന്നെ കുലുക്കി എണീക്കാണ്ടായപ്പോൾ എന്നെ എണീപ്പിക്കാൻ വേണ്ടി എന്നെ തള്ളിത്തിരിച്ചപ്പോൾ ഒരു സൈഡിൽ കൂടി കരഞ്ഞു കലങ്ങി എൻ്റെ കണ്ണ് കണ്ട് ദീദി പെട്ടെന്ന് എന്നെ വിളിക്കൽ നിർത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പഞ്ഞിക്കെട്ട് എൻ്റെ മേത്തേക്ക് വീണു കിടന്നു. എനിക്ക് മനസ്സിലായി ദീദിയാണെന്ന്. കമിഴ്ന്നാണ് ദീദിയും കിടക്കുന്നത്. എൻ്റെ കാലിൽ ദീദിയുടെ കാല് വെച്ച് ചവിട്ടുന്നത് പോലെ. എൻ്റെ പുറത്തുരച്ച് ദീദി മുഖം കൊണ്ട് വന്ന് എൻ്റെ തോളിൽ മെല്ലെ കടിച്ചു. എന്നിട്ടും ഒരനക്കവും ഇല്ലാതായപ്പോൾ എൻ്റെ ചെവിയിൽ മെല്ലെ ദീദിയുടെ ചുണ്ടുകൾ ഉരച്ചുകൊണ്ട് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. എൻ്റെ കുഞ്ഞുമല്ലേ, ദീദിയോട് പിണങ്ങല്ലേ, എനിക്ക് വേറെ ആരാ ഉള്ളേ? നിനക്കിത്രയ്ക്കും കൊള്ളുമെന്ന് ദീദി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പ്ലീസ്. പറയുന്നതിനോടൊപ്പം ദീദിയുടെ കണ്ണുകൾ നിറയുകയും ശബ്ദമിടറുകയും ചെയ്തു. അത്രയും ആയപ്പോൾ ഞാൻ ദീദിയോട് നോക്കി പൊങ്ങാൻ പറഞ്ഞു. ഞാൻ നേരെ മലർന്നപ്പോൾ പുള്ളിക്കാരി എൻ്റെ നെഞ്ചിൽ തലവെച്ച് കമിഴ്ന്നു കിടന്നു. ആദ്യമായിട്ടാണ് ദീദി ഇങ്ങനെയൊക്കെ കാട്ടുന്നത്. എനിക്കും വല്ലാണ്ടായി. എങ്കിലും എൻ്റെ ടീഷർട്ട് നിറച്ചുകൊണ്ട് ദീദി പെണ്ണ് കരച്ചിൽ തുടങ്ങി. ഞാൻ ആ കണ്ണ് തുടച്ച് ചിരിച്ചപ്പോൾ
എൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ അമർത്തി ഒരു കടി തന്നു. ഞാൻ ചെറുതായി ഒന്ന് കുതറിപ്പോയി. എന്നിട്ട് എൻ്റെ ശരീരത്തിൽ നിന്നും അടർന്നു മാറി. ഞാൻ പറഞ്ഞു. ദീദിയും അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കാകെ വല്ലാണ്ടായി. അതാ സോറി. ദീദി കണ്ണുകൾ തുടച്ച് ദീദിയുടെ ബാഗ് എടുത്തു. അതിൽ നിന്ന് ഡ്രസ്സിൻ്റെ കിറ്റ് പുറത്തേക്കെടുത്തു. എന്നോട് ഏത് ഡ്രസ്സ് ഇടണമെന്ന് ചോദിച്ചു. ഞാൻ ആ ബ്ലാക്ക് പിങ്ക് പർദ്ദ പറഞ്ഞു. ദീദി ചിരിച്ചുകൊണ്ട് അതെടുത്തു ദീദിയുടെ നൈറ്റിക്ക് മുകളിലിട്ടു. വാവ്, ഞാൻ ഒച്ചയിട്ടു അത്ഭുതം കൊണ്ട്. എന്താണ്ടാ, ശരിക്കും അറബി പെണ്ണുങ്ങളെ പോലുണ്ട് ദീദി. ദീദി ചിരിച്ചുകൊണ്ട് ഹിജാബ് വെറുതെ ഇട്ടു നോക്കി, പിന്നൊന്നും കുത്തിയില്ല. എന്നിട്ട് സ്വന്തം ശരീരത്തിൽ തടവിക്കൊണ്ട്, എടാ ഇത് ഷേപ്പ് ചെയ്യണം. എന്തിന്? ദീദിയുടെ ബാക്കും ഫ്രണ്ടും നാട്ടുകാർ കാണാനോ? അയ്യേ അതല്ല, ഇത് അഴഞ്ഞു കിടക്കില്ലേ? അങ്ങനെ എടുത്തതാ. ഇനി ദീദിക്ക് ഷേപ്പ് ചെയ്തേ പറ്റുമെങ്കിൽ ചെയ്തോ. സുമി, അത് വേണ്ട, എൻ്റെ കുഞ്ഞോന് ഇഷ്ടം പോലെ ചെയ്യാം. കുറച്ച് ഷേപ്പ് ചെയ്തോ ദീദി, ഒരുപാട് ടൈറ്റ് ആക്കേണ്ട. എന്നാൽ നമുക്കിത് ആ നിമിഷപ്പെണ്ണിൻ്റെ കൊടുക്കാം. ആയിക്കോട്ടെ. സുമി, ചുരിദാർ ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാൽ പോരേടാ. അജു ഉമ്മെന്ന് മൂളി. ദീദി മഫ്ത അഴിച്ച് ബെഡിലിട്ട് പർദ്ദ പൊക്കിയപ്പോൾ അതിൻ്റെ കൂടെ അറിയാതെ നൈറ്റിയും കണങ്കാൽ വരെ പൊങ്ങി. വെളുത്തു തൊടുത്ത ദീദിയുടെ കാലും അതിലോളം വെട്ടിക്കിടക്കുന്ന ദീദിയുടെ പാദസരവും ഒരു മിന്നായം പോലെ കണ്ടു. ദീദി ചുരിദാർ നോക്കി. ഒരു ബ്ലാക്ക്, ഒരു പിങ്ക്, ഒരു ബ്ലൂ, പിന്നെ ഒരു റെഡ്, അതിന് മാച്ച് ചെയ്യുന്ന വെള്ളയും പിന്നെ അതിൻ്റെ തന്നെ കളർ ലെഗിൻസും. ദീദി എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഏതിടണം എന്നോട് ചോദിച്ചു. എൻ്റെ മനസ്സിൽ ആ പിങ്കും വൈറ്റ് ലെഗിൻസുമാണ് വന്നതെങ്കിലും ഞാൻ പറഞ്ഞില്ല. പറയടാ. ദീദി ഏതിട്ടാലും കുഴപ്പമില്ല. ദീദി എന്നെ നോക്കി. എൻ്റെ മനസ്സ് പറഞ്ഞ പോലെ പിങ്ക് ടോപ്പും വൈറ്റ് ലെഗിൻസും സെലക്ട് ചെയ്തു. അത് ഉടുത്തുകൊണ്ട് പെട്ടെന്ന് എന്നോട്, ഹലോ സാറ്, കണ്ണടച്ച് നിൽക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്, എന്നാലേ ഇടാൻ പറ്റൂ. ഞാൻ തിരിഞ്ഞു നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ദീദിയുടെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുവാണ് ആ പിങ്ക് ടോപ്പും വെള്ള ലെഗിൻസും. ദീദി അവിടെ കിടന്ന ഷോള് തലയിൽ കൂടെ ഇട്ടിട്ടുണ്ട്. ദീദിയുടെ മേലേക്ക് എൻ്റെ നോട്ടം പോയി. സൂപ്പറാണ് ദീദി. ദീദി ചിരിച്ചുകൊണ്ട്, ഇത്തിരി ടൈറ്റാടാ, പിന്നെ വീട്ടിലല്ലേ ഇതിടാം, അല്ലെങ്കിൽ അവളുടെ അടുത്ത് കൊടുക്ക്, ഇതിൻ്റെ ഷേപ്പ് കുറച്ചഴിക്കാം. ഞാൻ മൂളി. അപ്പോൾ ദീദി പിന്നെയും തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. ദീദി തിരികെ നൈറ്റി ഇട്ടു. ഷോൾ ഇട്ടിട്ടില്ല. നൈറ്റിയുടെ പുറത്തേക്ക് വീണ ലോക്കറ്റ് നൈറ്റിയുടെ ഉള്ളിലേക്ക് തിരികെ കയറ്റി. മുഖത്തേക്ക് വന്ന മുടി വകഞ്ഞ് കൈ ബാക്കിലേക്ക് കൊണ്ടുപോയി മുടിയിഴകൾ പിന്നിലേക്ക് കെട്ടി ഒതുക്കി വെച്ചു. ദീദിയുടെ അത്തറിൻ്റെ മണവും സോപ്പിൻ്റെയും ഷാമ്പൂവിൻ്റെയും മണവും അവിടെ മാകെ നിറഞ്ഞു നിൽക്കുന്നു. എന്തോ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത പോലെ. ദീദിയുടെ മനം മയക്കുന്ന സുഗന്ധവും സൗന്ദര്യവും ഞാൻ നോക്കി നിന്നു. ദീദി ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ടില്ല എന്ന് കാണിച്ചു. ദീദി പെട്ടെന്ന് നാക്ക് കടിച്ചുകൊണ്ട്, അയ്യോ സോറി കുഞ്ഞു എന്നും പറഞ്ഞ് ദീദിയുടെ അലമാര തുറന്നു. അതിൽ നിന്നും ഇക്കാക്കാടെ ഒരു ലുങ്കി എടുത്ത് തന്നു. ടീഷർട്ട് ഒന്നുമില്ലേ? ഞാൻ ചോദിച്ചു. നീ ഇപ്പോൾ ഇതിട്, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ എൻ്റെ ടീഷർട്ട് ഊരി എൻ്റെ ശരീരം നോക്കി ദീദി ചിരിച്ചു. എൻ്റെ മുഖം മാറിയപ്പോൾ, അയ്യോ ഞാൻ കളിയാക്കിയതല്ലേ എന്ന് പറഞ്ഞു. ദീദിക്ക് കുഞ്ഞുവിനോടൊരു കാര്യം പറയാനുണ്ട്. ദീദി എൻ്റെ മുടിയിഴകൾ കോർത്ത് മെല്ലെ തടവിക്കൊണ്ടിരുന്നു. ദീദി എന്നെ സൈഡിൽ കിടത്തി. ദീദി ചെരിഞ്ഞുകൊണ്ട്, കുഞ്ഞു, മോൻ ദീദിക്ക് നൽകുന്ന കെയറിങ്ങിൽ ദീദിക്ക് ഭയങ്കര സന്തോഷമുണ്ടടാ. ദീദി ചെരിഞ്ഞു കിടന്നുകൊണ്ട് ദീദിയുടെ കൈകൾ എൻ്റെ തലമുടികളിൽ തലോടിക്കൊണ്ടാണ് പറഞ്ഞത്. മോൻ്റെ ആസാദിക്ക പാവമാണ്, ദീദി സമ്മതിച്ചു. അതിൻ്റെ ഒരു രഹസ്യം ഞാനിപ്പോൾ മോനോട് പറയാം.
ഞാനും ഇക്കയും അറിഞ്ഞ കാര്യം ദീദി മോനോട് പറയാം. ദീദിക്ക് കുട്ടികൾ ഉണ്ടാകൂലടാ. നിങ്ങൾ ആണുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദീദി ഒരു മച്ചിയാടാ. പിന്നെ വെറുതെ എന്നെ പോറ്റുന്നു നിൻ്റെ ഇക്ക. ദീദി അത് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു. 4 കൊല്ലമായി കല്യാണം കഴിഞ്ഞ്. എന്ത് ചെയ്യാനാ, അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടൂല. നിൻ്റെ ഇത്താത്ത 2 പ്രസവിച്ചില്ലേ, അതുപോലെ എനിക്കും പെറ്റ് എൻ്റെ കുഞ്ഞിന് പാലൂട്ടി വളർത്തണമെന്നുണ്ട്. പക്ഷേ പടച്ചോൻ അത് വിധിച്ചിട്ടില്ല. അങ്ങനെ വിഷമിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ചെറിയ ആശ്വാസം എന്താണ് എന്ന് കുഞ്ഞൂനറിയോ? ഞാൻ എന്ത് എന്ന രൂപത്തിൽ ദീദിയെ നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞു എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ കരയുന്നേ? നിനക്ക് ഞാൻ ഇത്താത്തയാണ്, ഉമ്മയാണ്, പിന്നെ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പിന്നെ നീ പറഞ്ഞ പോലെ എൻ്റെ കള്ള കാമുകനാണ്. അത് ദീദി ചിരിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് ദീദി വീണ്ടും അമർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട്, ആരുപേക്ഷിച്ചാലും എൻ്റെ കുഞ്ഞു ദീദിയെ ഉപേക്ഷിക്കരുത്. ഒരു അപേക്ഷ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ദീദിയെ പിടിച്ച് ആ നെറുകയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. ദീദിയുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണ് തുടച്ചുകൊണ്ട്, ഞാനുണ്ട് എൻ്റെ മരണം വരെ എന്ന് പറഞ്ഞപ്പോൾ അനുസരണയുള്ള പൂച്ചക്കുട്ടിയെപ്പോലെ ദീദി എന്നോട് ചേർന്ന് കിടന്നു. ദീദിയുടെ സങ്കടങ്ങളെല്ലാം എന്നോട് പങ്കുവെച്ചു. പിന്നെ അധികം നേരം വർത്താനം പറഞ്ഞില്ല. ഞങ്ങൾ ഉറങ്ങി. എൻ്റെ ലൈഫിൽ ആദ്യമായാണിങ്ങനെ. ദീദിക്ക് എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോൾ ആ പഴയ ദീദിയായി എനിക്ക് തന്നെ അത്ഭുതമായി. അല്ലാ, ഞാൻ ഇനി വല്ല സ്വപ്നം കണ്ടതാണോ? ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അന്ന് ദീദിയുടെ വീട്ടിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ ഒന്നും പിന്നെ ഉണ്ടായില്ല. അങ്ങനെ കോളേജ് തുടങ്ങി. ഇപ്പോൾ 1 മാസമായി. തീരെ ഉഴപ്പനായ ഞാനിപ്പോൾ ദേവ് ടീച്ചർ ആയതുകൊണ്ട് ടോപ്പായി. അങ്ങനെ അന്ന് പതിവ് പോലെ വീട്ടിൽ ചെന്നപ്പോൾ അടുത്ത സസ്പെൻസ്. അമ്മൂസും അപ്പൂസും പിന്നെ എൻ്റെ വരവും കാത്ത് അകത്തെന്നെ വെയിറ്റ് ചെയ്യുന്ന ആമിത്താത്തയും. ഞാൻ സന്തോഷം കൊണ്ട് ഓടിച്ചെന്നു. ഞാൻ ബാഗ് അവിടെ വെച്ച് ആമിത്തായെ കെട്ടിപ്പിടിച്ചു. ആ, ഇത്താത്ത പതിയെ മൂളി. അജു എന്ന് ആശിക്കാടെ ഒരു അലർച്ചയാണ് കേട്ടത്. പെട്ടെന്ന് തിരിഞ്ഞ് ഞാൻ ഇക്കാടെ ശകാരത്തിന് ഇരയായി. അപ്പോഴാണ് ഇത്താടെ അവസ്ഥ കാണുന്നത്. ഇത്ത വയറ് പൊത്തി അവിടെ ഇരിക്കുന്നത്. അല്ലാ, ആമീത്ത പ്രഗ്നൻ്റ് ആയിരുന്നോ? ഇതാണോ റബ്ബേ വരുമ്പോൾ സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞേ? എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ അങ്ങനെ അമർത്തിയത് കൊണ്ടാകും പാവത്തിന്. സോറി ഇത്താത്ത, എന്നോട് ക്ഷമിക്ക്. ഇത്താനെ കണ്ട സന്തോഷത്തിൽ ഞാൻ. സാരില്ല, നീ എൻ്റെ മോൻ തന്നെയല്ലേ. ഞാനിതാ നിന്നോട് പറയാഞ്ഞേ. ഇത്താത്തക്ക് 7-ാം മാസമാടാ. വീട്ടിലടുത്ത അതിഥി വരുന്ന സന്തോഷത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ. പക്ഷേ ദീദിക്ക് സന്തോഷമുണ്ടെങ്കിലും ആ മനസ്സിപ്പോൾ എനിക്കറിയാം. ഒരു കുഞ്ഞിനു വേണ്ടി. പാവം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 ദിവസമായി ദേവു ടീച്ചർ വന്നിട്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഡെസ്പായിരുന്നു. സാറിനോട് ചോദിച്ചപ്പോൾ ആ പഹയൻ്റെ വക ഒരു ചോദ്യം. നിനക്ക് ടീച്ചറില്ലാണ്ട് പഠിക്കാൻ പറ്റില്ലല്ലേ പോലും. ക്ലാസ്സിൽ ഒരു മൂഡില്ലാണ്ടാണ് വീട്ടിൽ ചെന്നത്. അവിടെ ആകെ ചിരിയും കളിയും സന്തോഷവും. ഇനിയെങ്ങാനും ആമിത്ത പ്രസവിച്ചോ? ഏയ്, അതിന് ടൈം ആവുന്നല്ലേ ഉള്ളൂ. ഞാൻ ബാഗ് അവിടെ വെച്ച് സോഫയിലിരുന്നു. ഉമ്മ, ചായ താ. കോളേജ് വിട്ട് വരുമ്പോൾ അറിയാമല്ലോ ഏതവസ്ഥ ആയിരിക്കുമെന്ന്. എന്നാലും ആ സാറിൻ്റെ പറച്ചിലനുസരിച്ച് ഇനി അവരെങ്ങാനും എൻ്റെ ദേവുവിനെ ആ സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ടോ? പെട്ടെന്ന് തിരിഞ്ഞ് ഞാൻ കണ്ടത് ഒരു ഡാർക്ക് ബ്ലൂ ചുരിദാറിൽ വെളുത്ത കഴുത്തിൽ മഹർമാല മിന്നിത്തിളങ്ങുന്നു. 2 കൈയിലും 2 സ്വർണവള. മുഖത്തേക്ക് നോക്കിയതും ഇടിവെട്ടേറ്റ പോലെയായി.
ഞാൻ സ്വന്തമാക്കാൻ കൊതിച്ച എൻ്റെ ദേവു, അതും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എൻ്റെ ആഷിക്കയുടെ ഭാര്യയായിരിക്കുന്നു. ആഹാ, അപ്പോൾ ഞാൻ ആരായി? ശരിക്കും സോമൻ. അപ്പോൾ ദേവു ടീച്ചർ ഇത്രയും നാൾ എന്നോട് കാണിച്ച സ്നേഹം എന്തായിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ചങ്ങായിമാരെ? അത് ഞാൻ ആഷിക്കയുടെ അനിയനായതുകൊണ്ടായിരുന്നു.